ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷണൽ ഫീലിങ്സ് ആണ്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഇമോഷൻസ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖം, അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Moment to moment, the burden, participation, stress, the miser, ordinariness, ripeness, flowering, projection, conditioning, isolation, exhaustion, existence, going with the flow, past lives, the lovers, adventure, rebirth. കോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ബ്രേക്ക് ത്രൂ ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നമുക്ക് എന്താണ് എന്നുള്ളത് നോക്കാം. ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ തീർത്തും ഒരു ഐസൊലേഷൻ പീരീഡിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഐസൊലേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഇവർക്ക് കൂടുതലായിട്ട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ മുന്നിട്ടിറങ്ങി ചെയ്യാനോ ഒന്നും തന്നെ പറ്റാതിരിക്കുന്ന ഒരു സ്റ്റേജ്. അതികഠിനമായിട്ടുള്ള ഒരു വേദന ഈ ഒരു പേഴ്സണെ നിരന്തരമായിട്ട് പിന്തുടരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇവരുടെ ലൈഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് എവിടെ നിന്നൊക്കെയോ വേദനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കരിയർ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായ ലൈഫിൽ നിന്നായിരിക്കാം, ഇവർ വിശ്വസിച്ച് സ്നേഹിച്ച വ്യക്തികളിൽ നിന്നായിരിക്കാം, എവിടെ നിന്നാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവർക്ക് എവിടെ നിന്നൊക്കെയോ ഒരു വേദന സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ആ ഒരു വേദന മാത്രമല്ല, ഇവർ സ്വയം ഇവർക്ക് തന്നെ ഭാരമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെ സ്ട്രെസ് വന്നിട്ടുണ്ട്. ഇവരുടെ മൈൻഡിനെ ഒന്നും ഇവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എക്സോഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത്. മൈൻഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ വ്യക്തിത്വം തന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ. എല്ലാ രീതിയിലും വളരെയധികം ഒരു അഡ്വഞ്ചർ യാത്രയാണ്. അതിസാഹസികപരമായിട്ടുള്ള ഒരു യാത്രയിലൂടെ മുന്നോട്ടേക്ക് പോകുന്നവരാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഒരു രീതിയിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഇവരുടെ മനസ്സ് പാസ്റ്റ് ലീവ്സിലാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് എന്നുവെച്ചാൽ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവരെവിടെയാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അതേ സ്ഥലത്തിലേക്ക് തന്നെ അവരുടെ മനസ്സ് തിരിച്ചുള്ള യാത്രയിലാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് റീബർത്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കും, നിങ്ങളുടെ ബന്ധത്തിൽ വീണ്ടും ഒരു റീഓപ്പൺ ചെയ്യാനായിട്ട് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇവർക്കൊരു മാറ്റം അനിവാര്യമാണ് ഈ ഒരു ബന്ധത്തിൽ എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇമോഷണലി ഇവർ ഭയങ്കരമായ ഒരു വീക്ക് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആണ്. അതുപോലെ ഈ ഒരു പേഴ്സന്റെ എനർജി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് ബൗണ്ടറീസ് കീപ്പ് ചെയ്തവരാണ്. ഇവർക്ക് ഓരോ കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ലിമിറ്റിൽ കൂടുതൽ ഇവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആണ്, ഭയങ്കര പെട്ടെന്ന് പ്രതികരിക്കുക, നിങ്ങളെ ബ്ലെയിം ചെയ്യുക, ആ ഒരു രീതിയൊക്കെ ചെയ്തവരാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തവരായതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു സമയത്ത് ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് വരുന്നത്. ഇവർ എല്ലാ രീതിക്കൊരു എന്താ പറയാ ഭയങ്കരമായിട്ടൊരു അടഞ്ഞു മൂടിയിരിക്കുന്ന ഒരു അവസ്ഥ, പ്രതികരിക്കാനൊന്നും സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ. അതാണ് ഐസൊലേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആണ്. കരയുന്നുണ്ടോ ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയാണ്.
ഇവിടെ ബ്രേക്ക് ത്രൂ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വളരെയധികം ഒരു അട്രാക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് ഭയങ്കരമായ ഒരു ആകർഷണം വരുന്നു. ഇപ്പൊ ഫിസിക്കലി എന്നൊക്കെ പറയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ മൂവ് ഓൺ ചെയ്തവരൊക്കെ ആയിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം. ഇനി മൂവ് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ചേസിങ് ആണെന്നുണ്ടെങ്കിലും അവരുടെ പുറകെ നടക്കുന്ന രീതികളാണെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങളുടേതായ രീതി കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നവരാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവർ ആദ്യ സമയത്ത് ഒന്നും നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നുള്ള ഒരു തോന്നൽ വന്നപ്പോൾ പോലും നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളുടെ എനർജി മാറി കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു സംഭവങ്ങൾ ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ രീതിയിലുള്ള വേദനകൾ ഇവർ നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാനോ ആരും ഉണ്ടായില്ല എന്നൊരു തിരിച്ചറിവാണ് അവർക്ക് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എവിടെയാണോ ചേസിങ് നിർത്തിയത് ആ ഒരു സ്ഥലത്ത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചേസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അതാണ് ആ ഒരു പാസ്റ്റ് ലീവ്സ് എന്ന് പറയുമ്പോൾ. ഇവരുടെ ഓർമ്മകൾ ബാക്കിലേക്ക് പോയിരിക്കുന്നു. അതോടൊപ്പം അവർ നിങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നു. എവിടെയാണോ നിങ്ങൾ നിർത്തിപ്പോയത് അതേ സ്ഥലത്തേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പച്ചയായ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ ഒരു പഴയകാല ഓർമ്മകളിലേക്കാണെന്നുണ്ടെങ്കിലും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങളിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ അത്രയും ഈ ഒരു പേഴ്സണിലേക്ക് അഡിക്റ്റഡ് ആയിരുന്ന പേഴ്സൺ ആണ്, വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ചേഞ്ച് ആയി പോയി എന്നുള്ളതാണ് ഇവർ നോക്കുമ്പോൾ കാണുന്നത്. ആ ഒരു കാര്യം ഇവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കണ്ടീഷനിങ് വന്നപ്പോൾ അവർ ഒരുപാട് ബൗണ്ടറീസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്തവരാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ മാറി നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് നിങ്ങളുടേതായ ഇഷ്ടം അനുസരിച്ചുള്ള വസ്ത്രധാരണം, നന്നായിട്ട് ഒരുങ്ങിയൊക്കെ പോവുക, എല്ലാം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ മാറ്റമാണ് ആ ഒരു ഫിസിക്കലി ആയിട്ടുള്ള അട്രാക്ഷൻ വരുത്താനുള്ള ഒരു കാരണം. അതുപോലെ മെന്റലി ആണെന്നുണ്ടെങ്കിൽ ഇവർ മനസ്സിലാക്കുന്നത് ഇവരുടെ ലൈഫിൽ ഇപ്പൊ അവർക്ക് വന്നിരിക്കുന്ന പെയിൻഫുൾ ആയ സിറ്റുവേഷനിൽ ആരും അവർക്ക് സപ്പോർട്ട് ആയിട്ടില്ല. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഇവർക്ക് സപ്പോർട്ട് ആയിരുന്നു. അത് അവർ വലിയ കാര്യമായിട്ട് ഗൗനിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ ഇവർ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കൊരു പ്രയോറിറ്റി തന്നിട്ടുമില്ല. അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് ഒരുപാട് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇമോഷണലി ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അഡിക്ഷൻ കൂടി വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവരോട് ഉണ്ടായിരുന്ന അഡിക്ഷൻ പ്രൊജക്ഷൻ ആണ്. ഇപ്പൊ തിരിച്ച് ഇവർക്ക് നിങ്ങളിലേക്ക് അഡിക്ഷൻ ആയിട്ട് മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ആ ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണം വന്നു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ എനർജി തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റം തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇമോഷണലി നിങ്ങളിലേക്ക് ഇത്രയും അഡിക്ഷൻ വരാനും അല്ലെങ്കിൽ അട്രാക്ട് ആയിക്കൊണ്ടിരിക്കാനും ഉള്ള പ്രധാന കാരണമായിട്ട് കിട്ടിയിരിക്കുന്നത്. ബിയോണ്ട് ഇല്യൂഷൻ ആണ്. ഇവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ഇമാജിൻ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിക്കും ഇവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിട്ടു പോകരുത് എന്ന് ഭയങ്കരമായിട്ട് അതികഠിനമായിട്ട് ആഗ്രഹിക്കുന്ന പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു സമയത്ത് ഇവരുടെ ലോകം ഇവരും നിങ്ങളുടെ ലോകം നിങ്ങൾക്ക് എന്നുള്ള രീതിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ലോകം ഇവർക്ക് നിങ്ങളുടെ ലോകത്തിൽ ഇവർ കൈകടത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു രീതി കീപ്പ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ചിന്തിക്കുന്ന വി ആർ ദ വേൾഡ് എന്നാണ്. നമ്മളാണ് നമ്മളുടെ ലോകം എന്നുള്ള രീതിക്കാണ്. നമ്മൾ രണ്ടുപേരും ഒന്നാണ് എന്നുള്ളൊരു മെന്റാലിറ്റി ഇപ്പോഴാണ് ഇവർക്ക് വന്നു തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു റീബർത്ത് ഇവർ ആഗ്രഹിക്കുന്നതും. ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കണം അത്. എല്ലാ രീതിക്കും നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, ട്രസ്റ്റ് ഇഷ്യൂസ്, അതുപോലെ എന്തെങ്കിലുമൊക്കെ പെയിൻഫുൾ ആയ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് എല്ലാം പറഞ്ഞു തീർത്തതിന് ശേഷം ഈ ഒരു ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കം കൊണ്ടുവരിക. ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മനോഹരിതയാക്കി മാറ്റണം. അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിംഗിലേക്ക് റിലേഷൻഷിപ്പ് എത്തിക്കണം. ആ ഒരു രീതിയിലേക്കൊക്കെയാണ് ഇമോഷൻസ് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു തോട്ട്സും ഫീലിങ്സും ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ എന്തായാലും പറഞ്ഞു വരാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് മൊമെന്റ് ടു മൊമെന്റ് ആണ്. ഓരോ നിമിഷവും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മകളിലാണ് അവരുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഒരു സ്ട്രെസ്ഫുൾ എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. സ്ട്രെസ്ഫുൾ എനർജി എന്ന് പറയുമ്പോഴേക്കും
ഇവര് മറ്റാർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ മറ്റാരൊക്കെയോ പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കളിക്കുന്ന ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലി, വ്യക്തികൾ എന്ത് വേണമെങ്കിലും ആകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടേതായ രീതിയിലേക്ക് ഇവർ മാറിയിരിക്കുന്നത് ഇവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സ്വയം തന്നെ ഒരു ബർഡൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ പൂർണ്ണമായിട്ട് ഒരു മാറ്റങ്ങൾ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് എല്ലാ രീതിക്കും നിൽക്കുന്നത്. ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മൈൻഡിനെ. പക്ഷെ ഒന്നിനും സാധിക്കുന്നില്ല. ആകപ്പാടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങളുടെ ഓർമ്മകൾ മാത്രമായിട്ട് ഇവിടെ കാണുന്നത്. ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ എവിടെയോ വെച്ചിട്ടുണ്ട്. ഈ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇവർ മുന്നോട്ടേക്ക് വരുമ്പോൾ ഓരോ നിമിഷവും ഇവർ ഓരോ പ്രതീക്ഷയിലാണ് വരുന്നത്. ചിലപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു ട്രസ്റ്റ് വീണ്ടെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും. അപ്പൊ ആ ഒരു മെസ്സേജ് ഒക്കെ വന്നിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർ സത്യസന്ധമായിട്ടാണോ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്? കാരണം നിങ്ങൾക്കാണ് അനുഭവിച്ചിരിക്കുന്ന പെയിൻ അറിയുള്ളൂ. ഇപ്പൊ ചീറ്റ് ചെയ്തൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർ ഇനിയും ചീറ്റ് ചെയ്യും എന്നുള്ളൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മെസ്സേജ് ഒക്കെ വന്നാലും ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ഗവനിക്കുന്നുണ്ടായിരിക്കില്ല. അതൊക്കെ ഇവരിൽ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് ഇതൊരു ക്ലാരിഫിക്കേഷൻ തരേണ്ടത് എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതൊന്നും അറിയില്ല. അതാണ് ആ ഒരു ഐസൊലേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ. ഒന്നും പ്രതികരിക്കാനോ ചെയ്യാനോ ഒന്നും തന്നെ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ചിലവരെ സംബന്ധിച്ചിടത്തോളമാണ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവുക. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേഴ്സൺ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. ഇമോഷണലി അവർ നിങ്ങളിലേക്ക് വളരെയധികം അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാ സൈഡിൽ നിന്നും ഓരോ കാര്യങ്ങൾ ഇടണം. അതായത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാത്രം എഫേർട്ട് എടുത്തു കഴിഞ്ഞിട്ട് അതിന് കാര്യമില്ല. രണ്ടുപേരും ഒരേപോലെ തന്നെ ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു മനോഹാരിത മുന്നോട്ടേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കറേജിന് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവർ എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത്, അത് ഏത് രീതിയിലാണ് ഇവർക്ക് ചെയ്യേണ്ടത്, അതൊന്നും മനസ്സിലാവുന്നില്ല. ഓർഡിനറിനെസ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു പച്ചയായ ജീവിതത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചുറ്റിനും നടക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും, അതിപ്പോ ഒരു യൂണിവേഴ്സൽ പവറിൽ നിന്നാണെങ്കിൽ പോലും, നേച്ചറിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇവരുടെ ചുറ്റിനുമുള്ള ആളുകളിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇവർ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഒറ്റക്കുള്ള ഒരു യാത്രയിലൂടെയാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു സോറോ എനർജി ആണ്. ഒറ്റപ്പെടലിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ ഒരു നിൽക്കുന്ന സമയത്ത് എത്ര ഡിപ്രസ്ഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കെട്ട് പൊട്ടിക്കണം. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് കടന്നു വരണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഇവർ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഉള്ളിൽ അടക്കി വെച്ചിട്ട് നിങ്ങളെ ഭരിക്കുന്ന രീതി ആയിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എടുക്കാവുള്ളൂ കേട്ടോ. കാരണം നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിലെ പേഴ്സൺ അങ്ങനെ ഒരു വ്യക്തിയാണ്. കണ്ടീഷനിങ് വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവർ പുറമേ മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ പോലെ ആയിരിക്കും. പക്ഷെ ഇവരുടെ യഥാർത്ഥ രീതി നിങ്ങളുടെ അടുത്താണ്. ഇവർ ആ ഒരു സിംഹം, ഗർജിക്കുന്ന സിംഹം. ഇവർക്ക് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് സ്നേഹമുണ്ട്. സ്നേഹമില്ലായ്മയല്ല. ഇവിടെ ഒരു ടോക്സിക് ബിഹേവിയർ ചിലപ്പോൾ കാണിക്കുന്ന വ്യക്തികളായിരിക്കും. ടോക്സിക് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ വാല്യൂ നൽകാതിരിക്കുക. അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു പാറ്റേൺ ഈ ഒരു വ്യക്തി പണ്ട് മുതലേ ഇങ്ങനെ ആയിരിക്കണം എന്നല്ല. ഇവർ ചിലപ്പോൾ ആദ്യ സമയങ്ങളിലൊന്നും ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷെ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവരുടെ സ്വന്തമായി എന്നൊരു തോന്നൽ വന്നതിന് ശേഷം ഇവരുടേതായ കാര്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ പോകുമ്പോൾ അതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അങ്ങനെയൊക്കെ ഒരു രീതികൾ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിലൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് അവരായിട്ട് തന്നെ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷകരമായ പരിസമാപ്തി കൊണ്ടുവരണം. എല്ലാ രീതിക്കും ഒരു റീബർത്ത് കൊണ്ടുവരണം. നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു. അത് ഒരു കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ, ഒരു ബൗണ്ടറീസോ കാര്യങ്ങളോ ഒന്നും കീപ്പ് ചെയ്യാതെ ഇവരുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്തവരാണ്. നിങ്ങൾക്ക് ആകപ്പാടെ വേണ്ടത് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ കെയറിങ്, അവരുടെ ആ ഒരു സ്നേഹം, ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷെ പലപ്പോഴും ഇവർ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്ക് പോയപ്പോൾ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ആ ഒരു സ്നേഹം പോലും നൽകാതെ പോയിട്ടുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട സ്നേഹം അവർ മറ്റു പലർക്കും കൊടുക്കുന്ന സിറ്റുവേഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
അപ്പൊ ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴാണ് ഇവർക്ക് ഇപ്പൊ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു വേദന വരുന്നത്. കാരണം ഇവർ നിൽക്കുന്ന സിറ്റുവേഷൻ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എനർജി ആയതുകൊണ്ട് തന്നെ ചിലവരെ സംബന്ധിച്ചിടത്തോളം അത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നവരായിരിക്കും. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒട്ടും തന്നെ ഓക്കെ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നവരുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഇവരിപ്പോ മനസ്സ് നൊന്ത് ഭയങ്കരമായിട്ട് വേദനിക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാ രീതിക്കും വളരെയധികം മനസ്സ് എന്ന് പറയുമ്പോഴേക്കും നെഞ്ച് നീറി കരയുന്ന ഒരു സിറ്റുവേഷൻ. അവർക്ക് തന്നെ ഒരു നീതി വേണമെന്നൊക്കെ അവർ തന്നെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ചെയ്യണം എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതെന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ചില മാറ്റങ്ങൾ. ഇവർക്ക് ഇവരുടേതായ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടുള്ള ഒരു പേഴ്സൺ. ഭയങ്കരമായിട്ടുള്ള ഒരു ഈഗോ, അത് സ്നേഹമുണ്ട്, മനസ്സ് നിറയെ സ്നേഹമുണ്ട്. പക്ഷെ ഇവരെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്നത് ഇവരുടെ ഈഗോയാണ്. പക്ഷെ ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓർഡിനറീസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടർ ഒക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ആ ഒരു പച്ചയായ ജീവിതത്തിലേക്ക് ഇവർ ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞത്. നേരത്തെ ആകാശത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു രീതിയിലൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഭയങ്കരമായൊരു അട്രാക്ഷൻ, അഡിക്ഷൻ അതൊക്കെ വന്ന് പോയവരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല ജീവിതം എന്നുള്ളത് ജീവിതം തന്നെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതാണ് ആ ഒരു സ്വന്തമായിട്ട് തന്നെ ഭാരമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ അവർ ഭാരമാവുന്ന സിറ്റുവേഷൻ ആണ്. മറ്റുള്ളവർക്കും അവർ ഭാരമായി. ഇപ്പൊ അവർക്ക് തന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കത് വലിയ രീതിക്ക് ഒരു ആശ്വാസം പകരുമായിരുന്നു എന്നുള്ള തിരിച്ചറിവൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു വിള്ളലുകൾ അത് എത്രത്തോളം വലിയ രീതിയിലുള്ള വിള്ളലുകൾ ആണെന്നുണ്ടെങ്കിലും അതിനെ മാറ്റിയെടുക്കണം എന്ന് തന്നെ ചിന്തിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷം കൈവരണം. ജീവിതം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിസാഹസികപരമായിട്ടുള്ള ഒരു യാത്രയിലൂടെയാണ് പോകുന്നത്. അതിസാഹസികപരമായ യാത്ര എന്ന് പറയുമ്പോഴേക്കും അവർ പോകുന്ന ആ ഒരു വഴിയിൽ അവർക്ക് കൂട്ടിന് ആരുമില്ല, ഇരുട്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു വെളിച്ചം തേടിയിട്ടുള്ള മുന്നോട്ടേക്കുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് അവർ ഈ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു ഇരുട്ടിൽ നിന്നും അവർ ആ ഒരു വെളിച്ചത്തിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് തന്നെ വലിയ രീതിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പീരീഡ്, ആ ഒരു മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്തിട്ട് തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ നിങ്ങളോടുള്ള ആഗ്രഹം, മറു സൈഡിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ഭയം, ഇതെല്ലാം ഇങ്ങനെ മാറി മാറി മനസ്സിലൂടെ പോവുകയാണ്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. ആ ഒരു ഇല്യൂഷൻ വന്നപ്പോഴേക്കും ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം ഇപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കാഴ്ചപ്പാടുകളെല്ലാം വളരെ വലിയ രീതിക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് വന്നിരിക്കുന്നു. ഒരു വ്യക്തിയെ ഒരു ലിമിറ്റിൽ കൂടുതൽ കണ്ടീഷനും കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ബൗണ്ടറീസ് ഒന്നും കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്, അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അതിന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിലമതിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോഴാണ് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ രണ്ടുപേരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ ക്യാരക്ടറിലും രണ്ടുപേർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഇതൊക്കെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ പല ഇഷ്ടങ്ങളും നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണോടുള്ള സ്നേഹം കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ ആ ഒരു രീതിയിലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് ആ ഒരു പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന മീനിങ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എന്താണോ ഒരു സമയത്ത് ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. അതിനെ നമുക്ക് പ്രൊജക്ഷൻ എന്നും പറയാം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അതൊരു കർമ്മ തന്നെയാണ്. ഓക്കെ, കർമ്മ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു രീതിയിലും വരും. കാരണം നിങ്ങൾ അനുഭവിച്ച പെയിൻ അത് മറ്റ് പല രീതിയിലായിരിക്കും ഇവർ അനുഭവിക്കേണ്ടി വരിക. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അതേ വേദനകളിലൂടെ കടന്നു പോവുകയാണ്. ഓരോ നിമിഷവും എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകണം എന്നുള്ള രീതിക്കാണ്. അതാണ് ആ ഒരു going with the flow എന്ന് പറയുമ്പോൾ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. ഇതിനറ്റത്ത് എവിടെയെങ്കിലും അവർക്കൊരു hope കിട്ടും അല്ലെങ്കിൽ ആ ഒരു പിടിവള്ളി കിട്ടും. past leaves വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഓർമ്മകൾ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വിജയം വേണം, സന്തോഷം വേണം, സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ്. ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം. ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ച് നിന്നവരായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കെട്ട് കാര്യങ്ങളെല്ലാം പൊട്ടിച്ചിട്ട് അതിലേക്ക് കടന്നു വരാനും
ഈ ഒരു ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് തന്നാൽ കഴിയുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് ചെയ്യാനുമായിട്ടുള്ളൊരു മനസ്സ് ഇവർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ സ്നേഹം ഇവര് പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ്. നിങ്ങളോട് ഇത്രത്തോളം അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് അവർക്ക് വന്നിരിക്കുന്ന തിരിച്ചടിയിലൂടെ തന്നെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ചില ആളുകൾ അങ്ങനെയാണ്. കണ്ണുള്ളപ്പോഴേക്കും കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറഞ്ഞ പോലെ കൂടെ ഉള്ളപ്പോൾ അതിന്റെ വില അറിയില്ല. ഈ ഒരു പേഴ്സൺ അതേ കാര്യം തന്നെയാണ്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയില്ല. നിങ്ങൾ അവരിൽ നിന്ന് വിട്ട് മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരുപാട് പെയിൻ നേരിടേണ്ടി കൂടി വന്നിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ആണ്, നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. ഒരുപാട് വേദനിക്കുന്നു, വിഷമിക്കുന്നു. അതിപ്പോ നൈറ്റ് ടൈം ആണെന്നുണ്ടെങ്കിലും ഡേ ടൈം ആണെന്നുണ്ടെങ്കിലും എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളാണ്. സ്പിരിച്വലി ഒക്കെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. ഈ ഒരു വിഷമകരമായ അന്തരീക്ഷം എത്രയും വേഗം മാറി ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് എത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രതീക്ഷകളോട് കൂടി നിങ്ങളെ നോക്കിക്കാണുന്ന വ്യക്തികളാണ്. ഇമോഷണലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വളരെയധികം അഡിക്ഷൻ അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന പേഴ്സൺ. ഓരോ നിമിഷവും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവരുടെ ഇമോഷണൽ ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവർ ചേസിങ് ഒക്കെ നിർത്തി നിങ്ങളുടേതായ എനർജിയിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയായിരിക്കാം. പക്ഷെ നിങ്ങൾ അതൊന്നും ഇപ്പോൾ ആരോടും എക്സ്പ്രസ് ചെയ്യുകയോ പറഞ്ഞു നടക്കുകയോ വിഷമിച്ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരിക്കുന്നവരായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതൽ റെസനേറ്റ് ആവുക. കാരണം നിങ്ങളുടെ എനർജി ഇൻക്രീസ് ആവുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മാത്രമേ മറ്റൊരു വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ സ്വയം നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങൾക്ക് എപ്പോഴും മോശമാണ് വരുന്നത്, എനിക്ക് ഒരിക്കലും നല്ലത് വരില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവുന്നത്. അപ്പൊ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറി ചിന്തിക്കണം. നിങ്ങൾക്ക് എല്ലാ രീതിക്കും നല്ലതേ വരികയുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ പൂർണ്ണമായും വിശ്വസിക്കുക. കാരണം നിങ്ങൾ ന്യായമായിട്ടുള്ള രീതിയിലാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നത് എന്നുണ്ടെങ്കിൽ, ജെന്യുവൻ ആയിട്ടാണ് നിന്നത് എന്നുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ ആദ്യം മാറുക. അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറിയ വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വളരെയധികം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ മുന്നോട്ടേക്ക് പോവുക. വളരെ പോസിറ്റീവ് ആയിട്ട്, വളരെ ട്രസ്റ്റോടുകൂടി, ആ ഒരു വിശ്വാസത്തോടു കൂടി യൂണിവേഴ്സൽ പവറിനെ വിശ്വസിച്ച് തന്നെ മുന്നോട്ടേക്ക് നിങ്ങൾ പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില മാറ്റങ്ങൾ കടന്നു വരാനായിട്ട് പോവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ബൗണ്ടറീസ്, കാര്യങ്ങൾ, ആ ഒരു കറുത്ത മറ ഇതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി, ലവേഴ്സ് എനർജി ആണ്, ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നു. ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവർ മാറുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എത്ര പേർക്കാണ് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു എനർജീസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. ക്ലൂസ് മാത്രമല്ല, എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. D എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, V എന്നൊരു ലെറ്റർ, 40, N എന്നൊരു ലെറ്റർ, ഭരണി എന്നൊരു സ്റ്റാർ, ഇടുക്കി ഡിസ്ട്രിക്റ്റ്, മലപ്പുറം, 1993, ടോറസ്, V എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, ബാംഗ്ലൂർ എന്ന് വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ. H എന്നൊരു ലെറ്റർ, M എന്നൊരു ലെറ്റർ, 10 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, 34, ഒക്ടോബർ മന്ത്, 19, M എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, D എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, 6, പൂരം, വിത്തിൻ 3 months ചിലവരുടെ കേസിൽ കാണിക്കുന്നുണ്ട്, അനിഴം, 1988, 1982, A എന്നൊരു ലെറ്റർ, വിർഗോ സോഡിയാക് സൈൻ,
ജൂലൈ മന്ത്, ആയില്യം എന്നൊരു സ്റ്റാർ, ട്രിവാൻഡ്രം എന്നൊരു ഡിസ്ട്രിക്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.